ഹായ് മക്കളെ, +2 ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത്. ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്റർവ്യൂ ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നമുക്ക് ഈ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഒന്ന് നോക്കിയാലോ. ഷാഹീൻ മിസ്രിയോട് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് 4 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള വളരെ സിമ്പിൾ ട്രിക്കുകൾ സാർ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നോ യുവർ സബ്ജക്ട് ഓർ ടോപ്പിക്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണ്ടേ. ആ ഇരിക്കുന്ന ആൾ ആരാണ് എന്നതിനെ പറ്റി അല്ലേ. അവിടെ ഇരിക്കുന്നത് ഷാഹീൻ മിസ്ത്രി ആണെങ്കിൽ അവരോട് നമ്മൾ ആകാംക്ഷയെ കുറിച്ചല്ലേ ചോദിക്കേണ്ടത്, സമ്മാൻ പദ്ധതിയെ കുറിച്ചൊന്നുമല്ലല്ലോ. അപ്പം അവിടെ ഇരിക്കുന്ന വ്യക്തിയോട് അനുബന്ധിച്ചിട്ട് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ അനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. യൂസ് പൊളൈറ്റ് ലാംഗ്വേജ്. അവരുടെ അടുത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിഗിനിങ്ങോട് കൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതല്ലാതെ റൂഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം +2 നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ നിലവാരം വേണം, എന്നാൽ മാത്രമേ 4 മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. പ്രിപ്പയർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അതായത് യെസ് ഓർ നോ ഉത്തരം കിട്ടുന്ന തരത്തിൽ നിങ്ങൾ കഴിയുന്നതും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം. അപ്പുറത്തിരിക്കുന്ന ആളുടെ ഉള്ളിലെ കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. സോ നിങ്ങളുടെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുമ്പം കഴിയുന്നതും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചത് ഷാഹീൻ മിസ്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. 4 മാർക്കിനാണ്. എങ്ങാനും ഈ ക്വസ്റ്റ്യൻ വീണ്ടും വന്നാൽ നമുക്ക് നോക്കിയാലോ. ചോദിക്കാൻ പറ്റിയ കുറച്ച് ചോദ്യങ്ങൾ. വാട്ട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് യു ദ മോസ്റ്റ്? നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഏത് ഇൻസിഡൻ്റ് ആണ് നിങ്ങളെ കൂടുതലും പ്രചോദിപ്പിച്ചത്? എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു? എന്തൊക്കെയാണ് ആകാംക്ഷ തുടങ്ങുന്ന കാലത്ത് നേരിട്ട വെല്ലുവിളികൾ? ആളുകൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനോട് പ്രതികരിച്ചത്? പിന്നെ ആകാംക്ഷയിലെ വോളണ്ടിയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം അവിടുത്തെ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് അവർക്കൊരു മുഷിപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഷാഹീൻ മിസ്രിയോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇർഫാൻ ആലാമിനെ കുറിച്ചാണ്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇർഫാൻ ആലാമിന് ഇതുപോലെ തന്നെ ചാൻസ് ഉള്ള ഒരാളാണ്. അവരോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് മോട്ടിവേറ്റഡ് യു ടു തിങ്ക് അബൌട്ട് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്? സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ് വൈൽ സ്റ്റാർട്ടിങ് സമ്മാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ എന്താണ്? ഹൗ ഡിഡ് റിക്ഷ പുള്ളേഴ്സ് റിയാക്ട് ടു യുവർ ഐഡിയ ഇനീഷ്യലി? നിങ്ങളുടെ ഐഡിയയോട് റിക്ഷ പുള്ളേഴ്സ് എങ്ങനെയാണ് ആദ്യം പ്രതികരിച്ചത്? പിന്നെ വാട്ട് റോൾ ഡിഡ് എഡ്യൂക്കേഷൻ പ്ലേ ഇൻ യുവർ സക്സസ്? വിദ്യാഭ്യാസവും നിങ്ങളുടെ വിജയം തമ്മിൽ എന്താണ് ബന്ധം? പിന്നെ എങ്ങനെയാണ് പ്രോഫിറ്റും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ബാലൻസ് ചെയ്യുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു സ്റ്റുഡൻസ് ഹു വാണ്ട് ടു ബിക്കം ഓൺടർപ്രണേഴ്സ്? കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ഹൗ ഡു യു സീ ദ ഫ്യൂച്ചർ ഓഫ് എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഭാവി എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നിങ്ങളുടെ പ്ലാനുകൾ എന്താണ്? നിങ്ങൾക്ക് ഇർഫാൻ അലമിൻ്റെ ഒരു ഇന്റർവ്യൂ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ അടുത്തത് വാങ്കാരി മത്തായാണ്. നൊബേൽ പ്രൈസ് കിട്ടിയ ഒരാളാണ്. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ എന്നിരുന്നാലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് അവരോട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. വാട്ട് മെസ്സേജ് വുഡ് യു ഗിവ് ടുഡേസ് യൂത്ത്? ഈ ഒരു ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആരടുത്താണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ചോദ്യങ്ങൾക്കിടയിലെ ഗോട്ട് ചോദ്യം എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ. കാര്യം മെസ്സേജ് നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഏത് വ്യക്തിയോടും ചോദിക്കാൻ പറ്റുന്നതാണ്. സോ വാങ്കാരി മത്തായും ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നേക്കാം. കൂടാതെ വരുന്നത് ആശാപൂർണ ദേവിക്ക് സാധ്യത കൂടുതലാണ്. കാര്യം ഒരു ഫെമിനിസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ ഇവരുടെ കഥയിൽ പറയുന്നത്. അതുകൊണ്ട് മാച്ച് ബോക്സിനെ കുറിച്ചും സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാച്ച് ബോക്സിന് മെറ്റഫറിക്കലി യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ തോന്നുന്ന ഒരാൾ ഇർഫാൻ അലാമാണ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക്. കാര്യം ഓൾറെഡി ഷാഹീൻ മിസ്രിയെ ചോദിച്ചു. അതിൻ്റെ അർത്ഥം ചോദിക്കില്ല എന്നല്ല. ഷാഹീൻ മിസ്രി നമ്മളൊന്ന് നോക്കുക, ഇർഫാൻ അലം കൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ ചോദിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ ആരെ തന്നെ ചോദിച്ചു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ മൈൻഡിൽ വെച്ച് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് വരുന്നതിന് മുമ്പ് തന്നെ, പരീക്ഷ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല മാർക്കോടുകൂടി ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് സാർ ഇനിയും വരുന്നതാണ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.